ശരത്ത് അസിസ്റ്റ് ചെയ്യുകയാണ്. ശരത്ത്, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. വിലങ്ങാട് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു. വീണ്ടും എന്തൊക്കെ കരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്? നിലവിലെ ഒരു സാഹചര്യം എന്താണ് അവിടെ? വിനീത, വിലങ്ങാട് പുഴയിലാണ് ഇപ്പോൾ എന്തായാലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വിലങ്ങാട് ടൗണിലടക്കം അതിന്റെ ഭാഗമായി വെള്ളം കയറുന്ന സാഹചര്യം. ടൗൺ പാലം ഇപ്പോൾ എന്തായാലും പൂർണ്ണമായും മലവെള്ളപ്പാച്ചിലിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പോലും സാധ്യമല്ലാത്ത രീതിയിൽ മഴവെള്ളപ്പാച്ചിൽ ശക്തമായി ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വീഴുന്നു എന്നുള്ളതാണ്. അതായത് മലയിൽ ഉരുൾപൊട്ടിയോ എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ചിലർ പങ്കുവെക്കുന്നുണ്ട്. അതായത് പനോം വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ആ രീതിയിലായിരിക്കാം ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വീഴുന്നത് എന്നുള്ളതും സംശയിക്കുന്നുണ്ട്. എന്തായാലും വിലങ്ങാട് പാലവും ടൗണും ഇപ്പോൾ വെള്ളത്തിൽ ആകുന്ന സാഹചര്യമുണ്ട്. വിലങ്ങാട് ടൗൺ പാലമാണ് ഇപ്പോൾ എന്തായാലും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ മലവെള്ളപ്പാച്ചിലിൽ കടപുഴകി വീണ മരങ്ങളൊക്കെ തന്നെ ഒലിച്ചു വരുന്നുണ്ട്. ചെളിവെള്ളമാണ് ശക്തമായ രീതിയിൽ ഒഴുകി വീഴുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. നിലവിൽ വിലങ്ങാട് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 100ഓളം കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് വിലങ്ങാട് പാരിഷ് ഹാളിലേക്കാണ് ഇപ്പോൾ എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. അവിടെ ഇപ്പോൾ ആളുകളെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. മാടാഞ്ചേരി, പന്നിയേരി, കുറ്റല്ലൂർ എന്നിങ്ങനെ 3 ഉന്നതികളിൽ നിന്നുള്ള ആളുകളെയാണ് ഈ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയതാണ്. പലയിടങ്ങളിലും അപകട ഭീഷണിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് സമാനമായ രീതിയിൽ വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടാവുകയും വലിയ നാശനഷ്ടമടക്കം ഉണ്ടാവുകയും ചെയ്തതാണ്. ആ രീതിയിൽ വിലങ്ങാട് അപകട സാധ്യത ഉള്ളത് അത് കണക്കിലെടുത്ത് തന്നെ നേരത്തെ തന്നെ നടപടികൾ ആരംഭിച്ചതാണ്. എന്തായാലും ഇപ്പോഴും ശക്തമായ മഴയാണ് വിലങ്ങാട് ഭാഗത്തൊക്കെ തന്നെ തുടരുകയും ചെയ്യുന്നത്. രാവിലെ തന്നെ മഴ ശക്തമായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഈ മലയോര മേഖലയിൽ അതിശക്തമായ രീതിയിൽ മഴ തുടരുന്നു. മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല എന്നുള്ളതും പ്രതിസന്ധിയാണ്. ആ സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ഉന്നതികളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നേരത്തെ രാവിലെ നോക്കുമ്പോൾ ഈ പാലത്തിന്റെ അടിയിലൂടെ മാത്രമായിരുന്നു ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ പാലത്തിന്റെ മുകളിലേക്ക് കൂടി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ രാത്രിയാകുമ്പോൾ കൂടുതൽ ശക്തമായ രീതിയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പാലം നിലവിൽ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതമടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാലത്തിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന സാഹചര്യത്തിൽ മാത്രമല്ല ഈ മലവെള്ളപ്പാച്ചിലിന്റെ